കോട്ടയം നഗരസഭയിലുണ്ടായ വലിയ ക്രമക്കേട് സംബന്ധിച്ച വാർത്ത പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനത്തിലേക്ക് പോവുകയാണ് അധികൃതർ. കേരളത്തിൽ 21 നഗരസഭകളിലാണ് പ്രത്യേക പരിശോധന നടത്താനുള്ള സർക്കാരിന്റെ തീരുമാനം ഇപ്പോൾ വരുന്നത്. 21 ഓഡിറ്റ് ടീമിനെ പ്രിൻസിപ്പൽ ഡയറക്ടർ നിയോഗിച്ചിരിക്കുന്നു. കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപയുടെ ക്രമക്കേട് നടന്ന പശ്ചാത്തലത്തിലാണ് നടപടി. എ ക്ലാസ് നഗരസഭകളിലാണ് പരിശോധനയ്ക്ക് നിർദ്ദേശം. വർഷം ബജറ്റ് അവതരിപ്പിച്ച് വരവ് ചെലവ് കണക്കുകൾ ജനങ്ങളെ അറിയിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കോട്ടയം നഗരസഭയിൽ നടന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. ഒരു ജീവനക്കാരൻ പെൻഷൻ തട്ടിപ്പ് നടത്തുന്നു. തനത് ഫണ്ടിൽ 211 കോടി രൂപ കാണാതാകുന്നു. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടും ആഭ്യന്തര ഓഡിറ്റിൽ ഇതൊന്നും കണ്ടെത്തിയില്ല. എന്നാൽ ഇന്റേണൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലൂടെ ഇതെല്ലാം പുറത്തുവന്നു. പിന്നാലെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ഫിനാൻസ് വിഭാഗത്തിന്റെ പരിശോധന അതെല്ലാം ശരിവയ്ക്കുകയും ചെയ്തു. സെക്രട്ടറിയോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. വിശദീകരണം കൂടി നോക്കിയ ശേഷം എന്താണ് കോട്ടയം നഗരസഭയിൽ നടന്നതെന്ന് വ്യക്തമാകും. കോട്ടയം നഗരസഭയിലെ പരിശോധനയുടെ പശ്ചാത്തലത്തിലാണ് മറ്റു നഗരസഭകളിലും പരിശോധന നടത്താൻ തീരുമാനിച്ചത്. എ ക്ലാസ് നഗരസഭകളിൽ ഒരു മാസത്തിനകം പ്രത്യേക പരിശോധന പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. സംസ്ഥാന വ്യാപകമായി 21 നഗരസഭകളിലേക്കായി പ്രത്യേക ഓഡിറ്റ് ടീമിനെയും ഇതിനായി ചുമതലപ്പെടുത്തി. തദ്ദേശ ഭരണ വകുപ്പ് ഡയറക്ടർ സാംബശിവറാവു IAS ആണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ഫെബ്രുവരി 20 മുതൽ 28 വരെയാണ് പരിശോധന നടക്കുക. പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. പരിശോധനാ സംഘം ആവശ്യപ്പെടുന്ന ഫയലുകളും മറ്റ് വിശദാംശങ്ങളും കൈമാറാൻ സെക്രട്ടറിമാർക്കും നിർദ്ദേശമുണ്ട്. കോട്ടയം നഗരസഭയിൽ നടന്നതിന് സമാനമായ ക്രമക്കേട് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പ്രധാന ലക്ഷ്യം. നേരത്തെ മുനിസിപ്പാലിറ്റികൾ പ്രത്യേക വിഭാഗമായാണ് പ്രവർത്തിച്ചിരുന്നത്. പഞ്ചായത്ത് വകുപ്പുമായി ബന്ധമുണ്ടായിരുന്നില്ല. 2 വകുപ്പുകളും യോജിപ്പിച്ച് ഡയറക്ടറേറ്റ് രൂപീകരിച്ചതോടെയാണ് കോട്ടയം നഗരസഭയിലെ തട്ടിപ്പ് പുറത്തുവന്നത്. 24 കോട്ടയം. പൊതുജനം കഴുതയല്ല സാർ.